Okay. Okay, അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തില് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എക്സാമിന് PWD ഒക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പൊ അതിലെ കൺട്രോൾ സിസ്റ്റം സബ്ജക്റ്റിന്റെ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടൈം ഡൊമൈൻ അനാലിസിസ് ഒക്കെ വന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഡൊമൈൻ അനാലിസിസ് ലാസ്റ്റ് സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്ന, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കുന്ന ടോപ്പിക്. ദെൻ അതിന്റെ കൂട്ടത്തില് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് പോകുന്നു, റൂട്ട് ലോക്കസ് മെത്തേഡില്. ഓക്കെ, റൂട്ട് ലോക്കസ് ഡയഗ്രാം, അതിന് റിലേറ്റ് ചെയ്യുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തന്നെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കാം ഓരോന്നായിട്ട്. സോ സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടേബിൾ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന് നമ്മൾ ക്ലാസ് നിർത്തുമ്പോൾ നമ്മൾ ടേബിളിലാണ് നമ്മൾ എൻഡ് ചെയ്തത്. സോ ആ ടേബിളിൽ എൻഡ് ചെയ്തു. ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഇങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ first question, steady state error is the value of error signal when. Okay, steady state error എപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏത് ടൈമിലാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എറർ എപ്പോഴാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാല്, എറർ സിഗ്നൽ എപ്പോഴാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ സ്റ്റഡി സ്റ്റേറ്റ് നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് ആ സമയത്തല്ലേ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ സ്റ്റഡി സ്റ്റേറ്റ് എറർ എപ്പോഴാണ് വരുന്നത്, ഒരു സിസ്റ്റത്തിന് ആദ്യം ഉണ്ടാകുന്ന റെസ്പോൺസ് ഉണ്ട്, ട്രാൻസിഷൻ റെസ്പോൺസ് അല്ലെ. ഒരു സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാല് പ്രൈമറിലി ഉണ്ടാവുന്ന എന്താണ്, ഒരു സിസ്റ്റത്തിന് ആദ്യം ഉണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ റെസ്പോൺസ് ആണ്. ദെൻ എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതെന്താവുള്ളൂ, അതൊരു സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആയിട്ട് മാറുള്ളൂ അല്ലെ. അപ്പോ ഈ സ്റ്റഡി സ്റ്റേറ്റിൽ വരുന്ന ആ റെസ്പോൺസ്, അതായത് t tends to infinity. ഓക്കെ, t tends to infinity എന്നുള്ള കേസിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്, അപ്പോ സ്റ്റഡി സ്റ്റേറ്റ് എറർ എങ്ങനെ എപ്പോ നോക്കണം, t tends to infinity ലെ സ്റ്റഡി സ്റ്റേറ്റ് എറർ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. സോ the option 1, steady state error is the value of error signal when the t tends to infinity. So next question, a closed loop system is shown in the figure where k is greater than 0 and alpha is greater than 0. The steady state error due to ramp input r of s equal to alpha by s square is given by. എന്താണ്, നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു സിസ്റ്റം നമുക്ക് കാണിച്ചിട്ടുണ്ട്. സോ ഈ സിസ്റ്റത്തിന് എന്ത് വേണം, we need steady state error due to a ramp input. ഓക്കെ, റാമ്പ് ഇൻപുട്ട് കാരണമുള്ള സ്റ്റഡി സ്റ്റേറ്റ് എറർ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കേട്ടോ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതില് ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ OLTF നോക്കിയിട്ട് whether it is a type 0, type 1 or type 2 or type 3, ഏത് ടൈപ്പ് സിസ്റ്റം എന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. സോ ഈ തന്നിരിക്കുന്ന അനുസരിച്ച് എന്താണ്, ഇവിടെ എസ്
സീറോയിലുള്ള പോൾസ് എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട് അല്ലെ? s raised to 1. So it's a type 1 system. Okay, type 1 system ആണ്. So the type 1 system ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഏത് സിഗ്നലിനെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ? ടൈപ്പ് 1 സിസ്റ്റം ആണെങ്കിൽ റാമ്പിന് മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുള്ളൂ? റാമ്പിന് നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താണ് റാമ്പിന്റെ വരുമ്പോ 1/kv എന്ന് പറയുന്ന ഫോർമുല ഉണ്ട് അല്ലെ? വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് kv നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൽ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് റാമ്പിന് കറസ്പോണ്ട് ചെയ്യാം. റാമ്പിന് 1/kv ആ വരിക അല്ലെ? ഇനി ടൈപ്പ് 1ഉം റാമ്പും ടൈപ്പ് 0 ആകുമ്പോഴോ, അവിടെ ടൈപ്പ് 0 ആകുമ്പോൾ നമുക്ക് എന്തായി? അത് മാറിയില്ല, അവിടെ നമുക്ക് ഇൻഫിനിറ്റിയിലേക്ക് പോകും ടൈപ്പ് 0ക്ക്. ടൈപ്പ് 2 ആകുമ്പോഴോ, ടൈപ്പ് 2വിനാണ് നമ്മൾ റാമ്പ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താവും? 0യിലേക്ക് പോകും. ഓക്കെ, ആ ടേബിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ചെയ്യാം. സോ ആദ്യം എന്താണ്? നമുക്കിവിടെ g of s. വാട്ട് ഈസ് g of s? g of s is equal to k divided by s into s plus 2 ആണ് അല്ലെ? s into s plus 2. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റാമ്പ് ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കണം kv, വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് kv. വാട്ട് ഈസ് kv? kv എങ്ങനെ കണ്ടുപിടിക്കും? kv equal to limit s tends to 0 s g of s അല്ലെ? ഇതാണ് നമ്മുടെ ഫോർമുല. kv കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലിമിറ്റ് s tends to 0 s g of s ആണ്. സോ ഇവിടെ ലിമിറ്റ് s tends to 0 s into k divided by s into s plus 2. ഇവിടെ നമ്മൾ എസും ക്യാൻസൽ ആവും. സോ നമുക്ക് എന്താ ബാക്കി വരിക? k divided by s plus 2 ആണ് വരിക. k divided by s plus 2 നമുക്ക് എന്ത് ചെയ്യാം? s ന്റെ വാല്യൂ we can substitute as 0. So what we will get? We will get it as k divided by 2. Okay, k divided by 2 എന്ന് കിട്ടും. എന്തിന്റെ വാല്യൂ? kv equal to k divided by 2 എന്ന് നമുക്ക് കിട്ടും. സോ നെക്സ്റ്റ് ഇൻപുട്ട് എന്താണ്? ആൽഫ ബൈ എസ് സ്ക്വയർ ആണ് അല്ലെ? ആൽഫ ബൈ എസ് സ്ക്വയർ. സോ നമുക്കറിയാം ESS സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു 1/kv അല്ലെങ്കിൽ a/kv എന്ന് നമുക്ക് പറയാം. a/kv. വാട്ട് ഈസ് a? മാഗ്നിറ്റ്യൂഡ്, നമ്മുടെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി റാമ്പ്. നമുക്ക് എവിടെയാ വരുന്നത്? ദിസ് ഇസ് ആൽഫ. കറസ്പോണ്ടിംഗ്ലി ഇവിടെ എന്താണ്? എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ആൽഫ. സോ a/s സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? a/s സ്ക്വയർ ആണ് ഇൻപുട്ട് എങ്കിൽ ദാറ്റ് ഈസ് a/kv ആയിരിക്കും ESS എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എറർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്ക് പകരം എന്താ കിടക്കുന്നത്? ആൽഫ. ആൽഫ ഡിവൈഡ് ബൈ kv യുടെ വാല്യൂ എന്താണ്? k/2. k/2 ആൽഫ ഡിവൈഡ് ബൈ k/2. ഇപ്പൊ എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാം? 2 ആൽഫ ബൈ k. ഓക്കെ, 2 ആൽഫ ബൈ k. സോ ഓപ്ഷൻ നോക്കൂ. 2 ആൽഫ ബൈ k സ്റ്റഡി സ്റ്റേറ്റ് എറർ. ഇത് തന്നിരിക്കുന്ന സ്റ്റഡി സ്റ്റേറ്റ് എറർ 2 ആൽഫ ബൈ k ഉണ്ട് അല്ലെ? ഓപ്ഷൻ 1 ആണ് നമുക്ക് വരുന്ന ആൻസർ. ഓപ്ഷൻ 1ൽ തന്നെ 2 ആൽഫ ബൈ k ഉണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഡിവൈഡഡ് ബൈ kv ചിലർ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവച്ച് സ്റ്റോപ്പ് ചെയ്യും. k/2 അല്ല നമ്മുടെ വാല്യൂ. ഇതാണ് 1/kv ചെയ്യണം അല്ലെങ്കിൽ a/kv ചെയ്യണം. എന്നാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സ്റ്റഡി സ്റ്റേറ്റ് എറർ കിട്ടുള്ളൂ കേട്ടോ. സോ 2 ആൽഫ ബൈ k. So next question നോക്കാം. The position error coefficient of a system g of s is equal to 1/s plus 2 into s plus 7 with the unity feedback is. Okay, the position error coefficient. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പൊസിഷൻ എറർ കോഎഫിഷ്യന്റ് മാത്രം മതി. പൊസിഷൻ എറർ കോഎഫിഷ്യന്റ് മാത്രം മതി. സോ പൊസിഷൻ എറർ കോഎഫിഷ്യന്റ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറഞ്ഞു kp. വാട്ട് ഈസ് kp? kp ആണത് പൊസിഷൻ എറർ കോഎഫിഷ്യന്റ്. സോ kp കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലിമിറ്റ് s tends to 0 g of s ചെയ്യണം. എന്തിന്? kp കണ്ടുപിടിക്കാൻ. kp equal to limit s tends to 0 g of s അല്ലെങ്കിൽ g of s into h of s. ഇവിടെ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. സോ h of s ന്റെ വാല്യൂ is 1. So we can substitute g of s into h of s ന്റെ സ്ഥലത്ത് എന്ത് ചെയ്യാം? നമുക്ക് s tends to 0 1/s plus 2 into s plus 7 ചെയ്യാം. So s ന്റെ വാല്യൂ 0 ആവും. So what do we get? 1/2 into 7. So which is equal to 1/14. This is the position error coefficient.
Okay, so option A, option number 5 is the answer. 1/14. 1/14 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ സിമ്പിൾ എപ്പോഴാവുന്നത് നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യനിലൂടെ ആൻസർ കണ്ടുപിടിക്കാൻ അറിയുമ്പോൾ മാത്രമേ സംഭവം എന്താവുള്ളൂ, സിമ്പിൾ ആവുള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ്, ടഫ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ എന്താണ്, ടഫ് ആണ്. അറിയാമെങ്കിൽ എന്താണ്, എളുപ്പമാണ്. അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fourth question, the steady state error of a stable type 1 unity feedback system for a unit step function is equal to. Okay, ഈ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടേബിൾ എപ്പോഴും ഓർമ്മയിലുണ്ട്. ടേബിളിൽ എന്താ, ടേബിൾ ഓർമ്മയുണ്ടോ? എപ്പോഴും ഈ ടേബിൾ പെട്ടെന്ന് നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചോളേ. Okay, so this is for a by s. ഞാൻ എന്താണ്, സ്റ്റെപ്പ്. a by s സ്ക്വയർ എന്ന് പറഞ്ഞ എന്താണ്, റാമ്പ്. a by s ക്യൂബ് എന്ന് പറഞ്ഞ എന്താണ്, പാരബോളിക്. ഓർത്ത് വെച്ചോളണം. അടുത്ത ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 or higher. Okay, സോ ടൈപ്പ് 0 സ്റ്റെപ്പും ആണെങ്കിൽ ടൈപ്പ് 0 സിസ്റ്റത്തിന് സ്റ്റെപ്പ് ഇൻപുട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എന്നാണ് a by 1 plus kp. ഓക്കെ, kp യുടെ വാല്യൂ എന്താണ്, kp equal to limit s tends to 0 g of s into h of s. അടുത്ത ടൈപ്പ് 1 2 3 ഒക്കെ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടുള്ളൂ, 0 കിട്ടുള്ളൂ സ്റ്റഡി സ്റ്റേറ്റ്. അടുത്ത് റാമ്പിന് ഈ ഒരു കാര്യം, ഈ ഒരു ഡയഗണൽ എപ്പോഴും പഠിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ a by kv ആണ് കേട്ടോ. അടുത്ത് ടൈപ്പ് 1 റാമ്പ് ആണെങ്കിൽ a by kv. അടുത്ത് ടൈപ്പ് 2 പാരബോളിക് ആണെങ്കിൽ a by ka, where kv വെലോസിറ്റി എറർ കോഎഫിഷ്യന്റ് kv എന്ന് പറയുന്നത് ലിമിറ്റ് s tends to 0 s g of s into h of s എന്ന് നമുക്ക് പറയാം. ഓക്കെ, g of s into h of s. അടുത്ത് ka എന്താണ്, ഒരു ലിമിറ്റ് s tends to 0 s square into g of s അല്ലെങ്കിൽ g of s into h of s. യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ യൂണിറ്റ് g of s into h of s. ഓക്കെ, സോ ഇത് മൂന്നും എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഇൻഫിനിറ്റി ഇസ് ഇൻഫിനിറ്റി 0 0 0 ഇങ്ങനെ ഫില്ല് ചെയ്താൽ മാത്രം മതി. ഈ ഒരു കാര്യം ഓർമ്മ വേണം. ഈ ഒരു കാര്യം ഓർമ്മ വേണം, നമുക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാം. അപ്പൊ ഇതിന്റെ ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാലോ. സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ സ്റ്റേബിൾ ടൈപ്പ് 1 യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ്. അപ്പൊ ടൈപ്പ് 1 സ്റ്റെപ്പും ടൈപ്പ് 1 സ്റ്റെപ്പും. അപ്പൊ ടൈപ്പ് 1 സ്റ്റെപ്പ് എന്താ വരുന്നത്, ടൈപ്പ് 1 സ്റ്റെപ്പ് എന്താ ഇവിടെ, 0. സോ വാട്ട് ഇസ് ആൻസർ, ആൻസർ ഈസ് 0. ഓപ്ഷൻ 4 0 ആണ് നമുക്ക് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. സ്റ്റഡി സ്റ്റേറ്റ് എറർ ഡ്യൂ ടു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ടു എ ടൈപ്പ് 1 സിസ്റ്റം. ഇതല്ലേ കുറച്ച് ഇത് സെയിം സാധനം. ടൈപ്പ് 1 സിസ്റ്റം യൂണിറ്റ് സ്റ്റെപ്പ്, ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ടു എ ടൈപ്പ് 1 സിസ്റ്റം എന്നാണ്. അവിടെ എന്താണ്, 0. അപ്പൊ ഇതിന് മനസ്സിലാക്കണം, ടൈപ്പ് 0ക്ക് റാമ്പ് ഇൻപുട്ട് ആണെങ്കിൽ എറർ ഇൻഫിനിറ്റി ആവും. ടൈപ്പ് 0ക്ക് പാരബോളിക് ആണെങ്കിൽ എറർ എന്താവും, ഇൻഫിനിറ്റി ആവും. ടൈപ്പ് 0ക്ക് സ്റ്റെപ്പ് അല്ലാതെ ഏത് വന്നാലും എന്താണ്, എറർ 0 ആണ്. റാമ്പില് ടൈപ്പ് 0 വന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി. ടൈപ്പ് 1 ആണെങ്കിൽ a by kv. ടൈപ്പ് ബാക്കിയുള്ള എന്താണ്, ഹയർ ടൈപ്പിലേക്ക് പോകുമ്പോൾ എന്താകും, 0 ആണ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ച് കേട്ടോ. Then 6th question. Consider a unity feedback system with the forward transfer function is given by g of s equal to 1 by s plus 1 into s plus 2. The steady state error in the output of the system for a unit step input is up to 2 decimal places. Okay. Options തന്നിട്ടില്ല. Okay, options തന്നിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എന്താണ്, നമുക്ക് g of s തന്നിട്ടുണ്ട്. What is g of s? g of s is equal to 1 by s plus 1 into s plus 2. Okay, നമുക്ക് എന്താ വേണ്ടത്, സ്റ്റഡി സ്റ്റേറ്റ് എറർ in the output of the system for unit step input.
Okay, so this is which type of system? ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്റ്റഡി സ്റ്റേറ്റ് വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ഏത് ടൈപ്പ് സിസ്റ്റം ആണ്. ഏത് ടൈപ്പ് സിസ്റ്റം ആണ്? This is a type 0 system. Okay, type 0. ഇപ്പോൾ ടൈപ്പ് 0 സിസ്റ്റം ആകുമ്പോൾ എന്താ സംഭവിക്കുക? ടൈപ്പ് 0 സിസ്റ്റത്തിന് ടൈപ്പ് 0 സിസ്റ്റം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് എന്തേ ഉള്ളൂ? സ്റ്റെപ്പ് ഇൻപുട്ടിന് നമുക്ക് ഒരു എറർ സ്റ്റഡി സ്റ്റേറ്റ് എറർ കിട്ടും അല്ലെ, ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പൊസിഷൻ എറർ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. പൊസിഷൻ എറർ കോഎഫിഷ്യന്റ് KP എന്താണ്? KP ലിമിറ്റ് s ടെൻസ് ടു 0 g of s. s ടെൻസ് ടു 0 g of s ആണ് വരിക. സോ KP ഈക്വൽ ടു ലിമിറ്റ് s ടെൻസ് ടു 0 g of s എന്താ വരിക? 1 by s plus 1 into s plus 2. സോ എന്ത് കിട്ടും നമുക്ക്? It is s tends to 0 ആണ്. s 0 ലേക്ക് പോകുമ്പോൾ എന്ത് വരും? ഇവിടെ 1 divided by s plus 1 into s plus 2. s 0 0 അപ്പോൾ 1 into 2 it is 1 by 2. Okay, KP equal to 1 by 2 എന്ന് നമുക്ക് കിട്ടും. Okay, KP 1 by 2 ആകുമ്പോൾ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ESS എന്താ വരിക? A divided by 1 plus KP അല്ലേ? ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതായത് നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് പറയുന്നത്. അപ്പൊ അവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 1 ആണ്. A യുടെ വാല്യൂ 1 ആണ്. സോ ഇറ്റ് ഈസ് 1 divided by 1 plus KP യുടെ വാല്യൂ എന്താണ്? 1 by 2. That is 1 divided by 3 by 2 equal to 2 by 3 എന്ന് നമുക്ക് വരും. 2 by 3 യുടെ ആൻസർ എന്താ? നമുക്ക് വരിക 0.66 എന്നായിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. 0.66. So what is the answer? 0.66. Okay, so ഇതാണ് നമ്മുടെ അപ്പോ ടൈം ഡൊമൈൻ അനാലിസിസ് പറയുവാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതാണ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത ടോപ്പിക് ആണ് റൂട്ട് ലോക്കസ് ഡയഗ്രാം. റൂട്ട് ലോക്കസ് ഡയഗ്രാം എന്താണ് ഈ റൂട്ട് ലോക്കസ് ഡയഗ്രാം എന്ന് പറയുന്നത്? റൂട്ട് ലോക്കസ് ഡയഗ്രാം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ റൂട്ട് ലോക്കസ് ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ക്ലോസ്ഡ് ലൂപ്പ് പോൾസ്, ക്ലോസ്ഡ് ലൂപ്പിന്റെ പോൾസിന്റെ ലൊക്കേഷൻ, ലോക്കസ് ഓഫ് ദാറ്റ് പോൾസ് ഓർ റൂട്ട്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓപ്പൺ ലൂപ്പ് പോൾസ് ആൻഡ് സീറോസ്. ഓക്കെ, ഓപ്പൺ ലൂപ്പ് പോൾസിന്റെയും സീറോസിന്റെയും പൊസിഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ഗെയിൻ കെ വേരി ചെയ്തുകൊണ്ട് ഏതൊക്കെ ലൊക്കേഷൻസില് ക്ലോസ്ഡ് ലൂപ്പിന്റെ പോൾസ് ഒക്കെ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാം എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുന്നതാണ് റൂട്ട് ലോക്കസ് ഡയഗ്രാം. റൂട്ട് ലോക്കസ് ഡയഗ്രാം, we are finding the locus of the root of a closed loop system from the open loop expression. Okay, the characteristics in the roots, characteristic equation the roots നമ്മൾ കണ്ടുപിടിക്കണം. ഏതെന്ന്? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന്. ഓക്കെ, സോ ഇതിന്റെ സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാനൊക്കെ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു സിസ്റ്റം തരുന്നുണ്ട്. അത് എങ്ങനെ നോക്കൂ? K into S plus Z, okay, divided by S into S plus P1 into S plus P2 എന്ന് പറയുന്ന സിസ്റ്റം നമുക്കുണ്ടെന്ന് വെച്ചോ. ഈ സിസ്റ്റത്തിന്റെ ഇതാണ് നമുക്ക് ഓപ്പൺ ലൂപ്പ് Z ആണ് ഓപ്പൺ ലൂപ്പ് പോള്, സോറി 0, ആൻഡ് ഓപ്പൺ ലൂപ്പ് പോൾ എന്തൊക്കെയാണ്? P1, P2, that is minus Z minus P1 minus P2. These are the zeros and poles of the open loop transfer function. Okay, സിസ്റ്റത്തിന്റെ ഓപ്പൺ ലൂപ്പ് പോൾസും സീറോസും ആണ്. സോ ഈ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ലൊക്കേറ്റ് ചെയ്യാം. ഇതിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. 0 at some point 0. ഓക്കെ, ഇതെല്ലാം റിയൽ വാല്യൂസ് ആണെന്ന് വിചാരിച്ചോളൂ. This is P1, okay, P1 Z, ഇത് P2 ആണെന്ന് വെച്ചു. സോ ഇതിന്റെ ഇത് നമ്മൾ ആദ്യം ഓപ്പൺ ലൂപ്പ് സീറോസ് ആൻഡ് പോൾസ് ആണ്. ഓക്കെ, ഓപ്പൺ ലൂപ്പ് സീറോസ് ആൻഡ് പോൾസ് ആണ്.
സോ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ്ഡ് ലൂപ്പിന്റെ ലൊക്കേഷൻസ് കണ്ടുപിടിക്കാം. എങ്ങനെ? നമുക്ക് ഈ കെ വേരി ചെയ്യണം. വി ഹാവ് ടു വേരി ദ ഗെയിൻ കെ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കെയുടെ കണ്ടീഷൻ, ഇഫ് വി വേരി കെ ഫ്രം കെ എന്ന് പറയുന്നത് നമുക്ക് 0 to ഇൻഫിനിറ്റിയിലേക്ക് വേരി ചെയ്താൽ, 0 to ഇൻഫിനിറ്റിയിലേക്ക് നമ്മൾ വേരി ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് റൂട്ട് ലോക്കസ് ഡയഗ്രം. ഓക്കെ, റൂട്ട് ലോക്കസ് ഡയഗ്രം നമുക്ക് 0 നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് വേരി ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂട്ട് ലോക്കസ് ഡയഗ്രം വരയ്ക്കുന്നത്. ഓക്കെ, കെയുടെ വാല്യൂ 0 ആയിരിക്കും. സോ കെയുടെ വാല്യൂ 0 ആണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കുക, ഇഫ് കെ ഈക്വൽ ടു 0 വി വിൽ ഗെറ്റ് പോൾസ് ഓഫ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ക്ലോസ് ലൂപ്പ് സിസ്റ്റം. കെയുടെ വാല്യൂ 0 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് ഇത്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കും, അതിൽ കെയുടെ വാല്യൂ എന്താണ് 0 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പോൾസ് ഓഫ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, പോൾസിലേക്ക് ലൊക്കേറ്റ് ചെയ്യും. ദെൻ കെയുടെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താവും, ഇറ്റ് റീച്ചസ് ടു 0. അതാണ് കെ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. പോളിൽ നിന്ന് 0യിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോക്കസ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലോക്കസ് മൂവ് ചെയ്യുന്നത്, ആ ഒരു കാര്യം മനസ്സിലാക്കണം. സോ ഇതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. അത് നമുക്കറിയാം നിങ്ങൾക്ക് അല്ലെ, 1 + g of s into h of s ആണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത്. സോ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമ്മൾ റൂട്ട് ലോക്കസ് ഡയഗ്രം വരയ്ക്കുന്ന പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് എന്റെ വിശ്വാസം. സോ ആ ഒരു പ്രൊസീജിയർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ശരിക്കും ഇതിലേക്ക് പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ബ്രാഞ്ചും, എവറി ബ്രാഞ്ച് സ്റ്റാർട്ട്സ് അറ്റ് പോൾ ആൻഡ് എൻഡ്സ് അറ്റ് 0. ഓക്കെ, എവറി ബ്രാഞ്ച് സ്റ്റാർട്ട്സ് അറ്റ് പോൾ, that is k equal to 0 and ends at 0. ഓക്കെ, ഞാൻ നല്ല ക്ലോസ് ലൂപ്പ് പോൾ എന്നാണ്, ഓപ്പൺ ലൂപ്പ് പോൾ ആണ് കേട്ടോ, ഓപ്പൺ ലൂപ്പ് ആണ്, സോറി, this is open loop. Okay, ends at 0 where k equal to infinity. Okay, then it is symmetric with respect to real axis. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു സെക്ഷൻ വരച്ചപ്പോ, ഓക്കെ, ഒരു സെക്ഷൻ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചു, റൂട്ട് ലോക്കസ്. ഓക്കെ, ഇങ്ങനെ ഒരു സെക്ഷൻ ആണ് കിട്ടിയെങ്കിൽ എന്തായിരിക്കും, ഇത് ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടാവും, ആലോചിച്ചോളാം. സോ എപ്പോഴും എന്തായിരിക്കും, റൂട്ട് ലോക്കസ് ഡയഗ്രാം എപ്പോഴും സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു എന്താണ്, റിയൽ ആക്സിസ്. ഈ റിയൽ ആക്സിസിന് സിമ്മട്രിക് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, റൂട്ട് ലോക്കസ് ഡയഗ്രാം എപ്പോഴും എക്സിസ്റ്റ് ചെയ്യാം. ഈ ഒരു കാര്യം, ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിച്ചോളണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അത് വെച്ചോളണം. ഇതിന്റെ ബ്രാഞ്ചസ്, നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു പോൾസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സീറോസിൽ എൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ പോൾസിന്റെ എണ്ണം സീറോസിന്റെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. എപ്പോഴും ഈക്വൽ ആയിരിക്കണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. ഈക്വൽ ആയിരിക്കണം ഒരു നിർബന്ധമില്ല. സോ അത് ഡിഫറെന്റ് ആയിരിക്കും. സോ ആ കാര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചോളാം. അപ്പൊ എത്ര നമ്പർ ഓഫ് പോൾസ് ഉണ്ടോ, എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതിൽ ഏതാണോ കൂടുതൽ അത്രയും നമ്പർ ഓഫ് എന്തുണ്ടാവും, പാത്തുകൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, റൂട്ട് ലോക്കസ് പാത്തുകൾ, നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. റൂട്ട് ലോക്കസ് ഡയഗ്രത്തിൽ എത്ര നമ്പർ ഓഫ് ബ്രാഞ്ച് ഉണ്ടാവുന്ന വെച്ചാല് എത്ര നമ്പർ ഓഫ് പോൾസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടോ അതിൽ ഏതാണോ ഹയർ, ദാറ്റ് മച്ച് നമ്പർ ഓഫ് branches are there in a root locus diagram. Okay, that much number of branches are there in a root locus diagram. Okay, one second. Questions കുറച്ചുണ്ട്, നമുക്ക് നോക്കാം. സോ നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയിട്ട് എന്തൊക്കെയാണ് കോൺസെപ്റ്റ് പറഞ്ഞു പോവാം കേട്ടോ. സോ ഓരോ ക്വസ്റ്റ്യൻസിലായിട്ട് പോവാം. 7th question, അതായത് 6th question നമ്മൾ നേരത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത അല്ലേ. If the gain of the system is reduced to a zero value, the root of the system in the S plane is, gain of the system is reduced to zero, അതായത് k, നമുക്കൊരു ഫംഗ്ഷൻ തരുന്ന k എന്ന് പറയുന്നത് it is reduced to zero, k equal to 0 ആയാൽ the roots of the system in the S plane, roots of
the system, they explain coincide with 0, move away from 0, move away from pole, coincide with the pole. ഏതായിരിക്കും നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ കെയുടെ കേസ്. കെ എന്താണ്? കെ വേരി ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0-ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് വേരി ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്, ഐ മീൻ റൂട്ട് ലോക്കസ് ഡയഗ്രം എടുക്കുന്നത്. സോ അവിടെ ആ ഒരു കേസിൽ എവിടെ കോയിൻസൈഡ് ചെയ്ത്? കെ 0 ആണെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു? പോളിൽ നിന്ന്, അല്ലെ? പോളിൽ നിന്ന്. സോ ഇറ്റ് കോയിൻസൈഡ് വിത്ത് ദ പോൾ, കോയിൻസൈഡ് വിത്ത് ദി പോൾ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഞാൻ ഇവിടെ ഒരു സിസ്റ്റം എടുക്കുകയാണ് എക്സാമ്പിൾ ആയിട്ട്. നോക്കിക്കോളൂ. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? This is input, this is output. K into s plus 1 divided by s plus 10 എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഓക്കെ, ഫോർവേഡ് പാത്ത് ഗെയിൻ. ഓക്കെ, this one. സോ ഇതാണ് നമുക്ക് ആവശ്യം. ഇതാണ് നമ്മുടെ എന്താ? ജി ഓഫ് എസ്. ജി ഓഫ് എസ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളതായിരുന്നു നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ദാറ്റ് ഈസ് 1 plus g of s into h of s. ദാറ്റ് ഈസ് ഇവിടെ ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ എന്തായിട്ട് അത് 1 plus k into s plus 1 divided by s plus 10 വരും. So it is s plus 10 into s plus 10 plus k s plus k. Okay, എന്നിട്ട് ഇത് ഈക്വൽ ടു 0 ആണ്. ഡിവൈഡ് ബൈ എസ് പ്ലസ് 10 ഈക്വൽ ടു 0 ആണ്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിട്ട് വരും? എസ് പ്ലസ് 10 പ്ലസ് കെ എസ് പ്ലസ് കെ. സോ ഈ കേസിൽ കെ ഈക്വൽ ടു 0, കെയുടെ വാല്യൂ 0 അല്ലെ? ഇതാണ് ചോദിക്കുന്നത് അല്ലെ? ഇതാണ് the gain of the system reduced to 0, the roots of the system. അതായത് roots of the system means characteristic equation എഴുതണം. characteristic equation എടുത്തിട്ട് അതിന്റെ റൂട്ട്സ്. ഇവിടെ കെയുടെ വാല്യൂ 0 ആയാൽ എന്ത് സംഭവിക്കും? സോ ദിസ് വിൽ ബിക്കം 0, ദിസ് വിൽ ബിക്കം 0. സോ s plus 10 equal to 0 എന്ന് വരും. ഓക്കെ, s plus 10 is equal to 0, it is equal to s is equal to minus 10, s is equal to minus 10. So look at this. ഇവിടത്തെ പോൾ എന്താ? s plus 1. ഇവിടത്തെ പോൾ എന്താ? s plus 10 is equal to 0 ചെയ്യട്ടെ. അപ്പോൾ s equal to minus 10. സോ ഏതിലേക്ക് കോയിൻസൈഡ് ചെയ്യും? കെയുടെ വാല്യൂ 0 ആയാൽ ഏതുമായിട്ട് കോയിൻസൈഡ് ചെയ്യും? കോയിൻസൈഡ് വിത്ത് ദ പോൾസ്. ഓക്കെ, കോയിൻസൈഡ് വിത്ത് ദ പോൾസ്. So next question, which one of the following is not the property of root locus? നിങ്ങൾ റൂട്ട് ലോക്കസിന്റെ തിയറി എല്ലാം അറിയാവുന്നവരായിരിക്കും, ആ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. നമ്മൾ എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കോൺസെപ്റ്റുകൾ. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പ്രസംഷൻ വെച്ചിട്ട് ഞാൻ ഈ ഓപ്ഷൻസ് വായിക്കാം. The root locus is symmetrical about imaginary axis. ആണോ? ക്വസ്റ്റ്യൻസ് ആദ്യം ഇത് ശ്രദ്ധിച്ച് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ അറിയോ? ക്വസ്റ്റ്യൻ which one of the following is not the property എന്ന് പറയുന്നത്, not the property. അപ്പോ ശ്രദ്ധിച്ചോ, the root locus is symmetrical about imaginary axis. Root locus is symmetrical about imaginary axis. എന്താ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞെന്താ? root locus is symmetrical about റിയൽ ആക്സിസ്. റിയൽ ആക്സിസിലാണ് എന്ത് ചെയ്യുന്നത്? റൂട്ട് ലോക്കസ് സിമെട്രിക് ആയിരുന്നത്, ഇമാജിനറി ആക്സിസിലല്ല. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് വാട്ട്? റൂട്ട് ലോക്കസ്. ഓക്കെ, then B, they start from the open loop pole and terminate at the open loop 0. അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണല്ലേ? That is true. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഈ നോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഈ നോട്ട് ശ്രദ്ധിക്കാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നോക്കുമ്പോ തെറ്റ് അതല്ല, രണ്ടാമത് വായിച്ചു കറക്റ്റ്, നമ്മളെന്ത് ചെയ്യും? ഓപ്ഷൻ ബി ഉറപ്പിക്കും. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് നോക്കണം, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് റൈറ്റ് ആണ്. The breakaway points are determined from dk by ds equal to 0. Yes, ആ ഡിഫറൻസിയേഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക്അവേ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. സെഗ്മെന്റ് ഓഫ് ദി റിയൽ ആക്സിസ് ആർ ദ പാർട്ട് ഓഫ് ദി റൂട്ട് ലോക്കസ് if and only is the total number of real poles and zeros to the right is odd. നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നോക്കൂ, നമ്പർ ഓഫ് പോൾസും സീറോസും നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പ്ലേസ് ചെയ്തിട്ട്, ഇവിടെ ഹാൻഡ് പ്ലേസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് പോൾസ് സീറോസ് നോക്കും. അത് ഓടാണെങ്കിൽ there is a root locus exist. Okay,
ഇവിടെ നോക്കും ഒരു ബ്രാഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നത് പറയാം. അപ്പൊ ഇവിടെ നോക്കും, ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ പോൾ ഉണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്. സോ എന്തില്ല, ഈവൻ നമ്പർ ഓഫ് ആണ്, പോൾസിന്റെ സീറോസിന്റെ സം എന്നാണ്, ഈവൻ നമ്പർ ആണ്. സോ there is no root locus and here. and ഇവിടെ നോക്കും, എന്നിട്ട് നോക്കും ഇവിടത്തെ പോൾസിന്റെ സീറോസിന്റെ എണ്ണം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോ ഇത് ശരിയാണ്. സോ നമ്മുടെ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ എ is the right answer. Is the not it is not the property of the root locus. Okay. Ninth question. Consider the loop transfer function. Loop transfer function k into s plus 6 divided by s plus 3 into s plus 5. In the root locus diagram, the centroid will be located at. Okay, centroid will be located at. So centroid എന്ന് പറഞ്ഞാൽ, what is centroid? Centroid നമ്മളുടെ സിഗ്മ എന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, represent ചെയ്യാം സിഗ്മ. Okay, it is the intersection of, ഓർമ്മ ഉണ്ടാവുന്ന നിങ്ങൾക്ക് എന്നാലും പറയണം, it is the intersection of asymptotes and it will always lies on the real axis and always lies on the real axis. ശ്രദ്ധിച്ചോളൂ, അസിംപ്റ്റോട്ട് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രോയിഡ് ഇറ്റ്സ് ഇന്റർസെക്ഷൻ ഓഫ് അസിംപ്റ്റോട്ട്സ് ആണ്. അസിംപ്റ്റോട്ട്സിന്റെ ഇന്റർസെക്ഷൻ ആണ് നമുക്കിവിടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എവിടെയായിരിക്കും, റിയൽ ആക്സിലായിരിക്കും എന്ത് ചെയ്യാം, ഈ സെൻട്രോയിഡ് വരിക. സെൻട്രോയിഡ് ഈസ് ഓൾവേസ് ഓൺ ദി റിയൽ ആക്സിസ്. സോ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന ഫോർമുലേക്ക് ഈ പോൾസിന്റെ റിയൽ പാർട്ടുമായിട്ടാണ് റിലേഷൻ, ഇപ്പൊ കോംപ്ലക്സ് പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ കോംപ്ലക്സ് പോളിന്റെ ഇമാജിനറി പാർട്ട് കൺസിഡർ ചെയ്യില്ല. എപ്പോ സെൻട്രോയിഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കില്ല, എന്ത് ചെയ്യുള്ളൂ, റിയൽ പാർട്ട് മാത്രമേ കണ്ടുപിടിക്കുള്ളൂ. സോ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ ഉണ്ട്, സെൻട്രോയിഡ് എന്ന് പറയുന്നത് സം ഓഫ് റിയൽ പാർട്ട് ഓഫ് poles minus sum of real part of zeros of what, നമ്മുടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നില്ലേ, g of s into h of s of g of s into h of s divided by p minus z. Okay, p minus the number of poles minus number of zeros, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ എഴുതി കൂടെ. ഈ തന്നിരിക്കുന്നതിന്റെ ആൻസർ എങ്ങനെ എഴുതും, ഈ തന്നിരിക്കുന്നതിൽ സീറോ എന്താണ്, സീറോ എന്ന് പറയുന്നത് -6 ആണ്. 0 is -6. പോൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ വരുന്നത്, -3, -5. ഇവിടെ എല്ലാം റിയൽ പോൾസ് ആണ്, റിയൽ സീറോസ് ആണ്. സോ നോ കൺഫ്യൂഷൻസ്, റിയൽ പോൾസ് റിയൽ സീറോ, ഒരു കൺഫ്യൂഷൻ ഇല്ല. സോ സെൻട്രോയിഡ് സിഗ്മ ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം, സം ഓഫ് റിയൽ പാർട്സ് ഓഫ് പോൾസ്. ഇവിടെ റിയൽ പാർട്ടേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് ഇല്ല. ഈ ക്വസ്റ്റ്യൻ റിയൽ പാർട്ടേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് -5 -3 സം ആയില്ലേ, -5 -3 മൈനസ് ഓഫ് എന്താണ്, റിയൽ പാർട്ട് ഓഫ് സീറോസ്. സീറോ എന്താണ്, -6 ഡിവൈഡഡ് ബൈ എത്ര പോൾസ് ഉണ്ട് ഇവിടെ, നമ്മുടെ എത്ര പോൾസ് ഉണ്ട്, നമ്പർ ഓഫ് പോൾസ് ഈസ് 1 2 അല്ലെ, മൈനസ് നമ്പർ ഓഫ് സീറോ 1 1. സോ നോക്കുമ്പോൾ എന്ത് കിട്ടും, -5 -3 is -8. Minus into minus plus is 6 divided by 1. So it is -2. -2 ആണ് നമ്മുടെ ആൻസർ. സോ സെൻട്രോയിഡ് എവിടെ വരും, സെൻട്രോയിഡ് -2 വരും. അതായത് നമുക്ക് ഇതിനെ വേറെ ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, ഒന്ന് പ്ലോട്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. സോ നമ്മുടെ ആൻസർ എന്താണ്, സി, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ട് നമുക്ക് ഇതിനെ പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. സോ ഞാനിവിടെ എക്സ്പ്ലെയിൻ വരയ്ക്കുവാണ്. എക്സ്പ്ലെയിൻ എടുത്തു, എക്സ്പ്ലെയിനില് 0 -6 ഞാനിത് ഡിവൈഡ് ചെയ്യുവാണ്. ഡിവിഷൻ ഡിവൈഡ് ചെയ്യുകയാണ്. 1 2
3, 4, 5, 6, 7. So this minus 1, minus 2, minus 2, minus 3, minus 4, minus 5, minus 6. So understanding so this is j omega, this is j omega axis, this is real axis sigma. 0 minus 6 is 0, minus 6 is 0, so 0. 0 represent a bubble. One bubble is a circle, so that is 0. Poles, or close mark on poles add minus 3, minus 3 pole, then minus 5 pole. So, centroid important. Centroid minus 2. Centroid. This is our centroid. This is the location of our centroid. Centroid location minus 2. So this is real axis. Okay, centroid real axis. Okay. Yeah. In the question discuss which one of the following are correct? Correct. And the not correct and correct is not correct and correct is the root locus is the path of the root of characteristic equation traced out in the S plane. Okay, root locus is locus of closed loop poles. Okay, closed loop poles. It's determined from the open loop poles and zeros. Location of open loop poles and zeros. Gain varies. Parameter gain varies. Closed loop poles in the location. So the root locus is the path of the root of the characteristic equation traced out in the S plane. Options as the input of the system is changed. No, input is not. Next, as the output of the system is changed. Output is not. Then, as the system parameter is changed, system parameter K change in the so other right hand. As the sensitivity is changed, sensitivity so what is the correct answer? Answer is option C. Option C is the right answer. Option C is the correct answer. So 10th question. So it's the K value. Parameter K is vary locus. So 11th question. When the number of poles is equal to the number of zeros, okay, number of poles is equal to the number of zeros, how many branches of root locus tend towards infinity? Number of poles equal to number of zeros ambo, etra branches in the infinity like go. Again, number of branches in the case. Number of branch in the case. Number of branch n is equal to number of branch n in the case n may be equal to p. Number of branch p if p is greater than z, it may be z, that is equal to z if z is greater than p. Okay, so this one is p അല്ലെങ്കിൽ z generally number of poles summarize it is the order of the system order of the system highest power of s and the order so highest power of s, so that is order of system, that is number of branches determined, number of branches. Okay, P U Z finite numbers P U Z finite numbers okay,
ഇനി ഈ പോൾസും സീറോസും അൺഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും? പോൾസ് സീറോസ് ഈക്വൽ ആണെങ്കിൽ എത്ര ഉണ്ടോ, എത്ര പോൾസ് ഉണ്ടോ, എത്ര സീറോസ് ഉണ്ടോ, അത്രയും നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉണ്ടാവുള്ളൂ. ഇഫ് P is not equal to Z, P യും Z ഉം അൺഈക്വൽ ആയാൽ, in case P കൂടിയാലും Z കൂടിയാലും അൺഈക്വൽ ആയാലും, ഓക്കെ, അൺഈക്വൽ ആവുന്ന കേസിൽ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇൻഫിനിറ്റി വിച്ച് മീൻസ് സീറോയെ സെർച്ച് ചെയ്ത് പോകുന്നതാണ്. സീറോയെ സെർച്ച് ചെയ്ത് പോകുന്നതാണ്. ഇറ്റ് മൂവ്സ് ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ ഏത് സമയത്താണ് അൺഈക്വൽ ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എത്ര അൺഈക്വൽ ആണോ വരുന്നത്, ഇപ്പൊ നമ്പർ ഓഫ് പോൾസ് ഈക്വൽ ടു 2, നമ്പർ ഓഫ് സീറോസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഓക്കെ ആണ്. അവിടെ ബ്രാഞ്ചസ് 2 ഉള്ളൂ, 2 ബ്രാഞ്ചസേ ഉള്ളൂ. ഓക്കെ, നമ്പർ ഓഫ് പോൾസ് ഈക്വൽ ടു 2ഉം നമ്പർ ഓഫ് സീറോസ് ഈക്വൽ ടു 1 ആയാൽ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യും? 10 to infinity. The number of poles equal to 2, number of zeros equal to 0 ആയാൽ എന്ത് ചെയ്യും? 2 ബ്രാഞ്ചസ് എന്ത് ചെയ്യും? 2 ബ്രാഞ്ചസ് 10 to infinity. Okay, അൺഈക്വൽ കേസ് വരുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന കേസ് വരും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? When the number of poles is equal to number of zeros, equal to number of zeros ആണ്. സോ ഇവിടെ ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ ബ്രാഞ്ച് ഒന്നുമില്ല. ഓക്കെ, ബ്രാഞ്ച് ഒന്നും ഇൻഫിനിറ്റിയിലേക്ക് പോകാനില്ല. സോ നമുക്ക് എന്ത് പറയാം? So 0 number of branches tends to infinity. 0 number of branches tends to infinity. Then 12th question. Determine the centroid of the root locus for the system having g of s into h of s equal to k divided by s plus 1 into s square plus 4s plus 5. So centroid കണ്ടുപിടിക്കാം അല്ലേ? centroid നോക്കാം. centroid കണ്ടുപിടിക്കാം. ഈ തന്നിരിക്കുന്നത് സെൻട്രോയിഡ് എങ്ങനെയാണ് പിടിക്കുന്നത്? സെൻട്രോയിഡിന്റെ ഫോർമുല നമ്മൾ പറഞ്ഞു. സെൻട്രോയിഡ് സിഗ്മ ഈക്വൽ ടു, സെൻട്രോയിഡ് സിഗ്മ ഈക്വൽ ടു എന്താ പറയാ? റിയൽ പാർട്ട് ഓഫ് പോൾസ്, റിയൽ പാർട്ട് ഓഫ് പോൾസ് മൈനസ് റിയൽ പാർട്ട് ഓഫ് സീറോസ് ഓഫ് g of s into h of s, ക്ലോസ് ലൂപ്പിന്റെ അല്ല കേട്ടോ, g of s into h of s ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് മൈനസ് നമ്പർ ഓഫ് സീറോസ്. സോ ഇവിടെ സെൻട്രോയിഡ് ഫോർമുല നമുക്കറിയാം. ഇനി അതവിടെ കിടക്കട്ടെ. നമുക്ക് ആദ്യം ഇതിവിടെ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? ഇസഡിന്റെ എണ്ണം 1, പി ന്റെ എണ്ണം, ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരും. ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്താ നടക്കുന്നത് ഇവിടെ? കെ ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 അല്ലെ? എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു കോംപ്ലക്സ് പോൾ. ഓക്കെ, കോംപ്ലക്സ് പെയർ ആണ്. കോംപ്ലക്സ് പോൾസ് എപ്പോഴും പെയർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ കോംപ്ലക്സ് പെയറിന്റെ കേസാണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ ആ പോൾസ് ഏതൊക്കെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൽ നിന്നുള്ള റിയൽ പാർട്ട് എടുക്കണം. ഓക്കെ, ആ പോൾസ് കണ്ടുപിടിച്ച് അതിൽ നിന്നുള്ള റിയൽ പാർട്ട് എടുക്കണം. സോ വി ഹാവ് ടു സോൾവ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർ എസ്. അതിന് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എസിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് s ഈക്വൽ ടു എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ അറിയാം, മൈനസ് ബി പ്ലസ് മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്ന് പറയുന്ന ബേസിക് ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 മൈനസ് 25 ആണ് ഇവിടെ അല്ലേ? സോ 4ac -20 വരും ഡിവൈഡ് ബൈ 2. സോ ഇതെന്ത് വരും? -2 പ്ലസ് ഓർ മൈനസ്, this is root of -4. root of -4 is equal to എന്ത് വരും? 2j. ഓക്കെ, 2j എന്ന് വരും. അപ്പോ ഇവിടെ എന്ത് വരും? 2j വരും. 2j ഡിവൈഡഡ് ബൈ 2. ഈ 2j എന്ത് ചെയ്യും? ഡിവൈഡ് ബൈ 2 വരുമ്പോൾ ഇവിടെ j വരും. ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ എങ്ങനെ മാറും? g of s into, now this g of s into h of s നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. എന്താണ്? k divided by s plus 1 into s plus 2 minus j into s plus 2 plus j എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. സോ ഇതാണ് 3 പോൾസ്. നമുക്കിവിടെ എന്ത് മതി? ഇത് പോൾസ് അല്ലേ? നമ്പർ ഓഫ് പോൾസ്. അപ്പൊ നമ്പർ ഓഫ് പോൾസ് എത്ര? 3. നമ്പർ ഓഫ് സീറോസ് എത്ര?
0. Number of poles 3 number of zeros 0. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സെൻട്രോയിഡ് കണ്ടുപിടിച്ചൂടെ? സെൻട്രോയിഡ് സിഗ്മ ഈക്വൽ ടു റിയൽ പാർട്ട് എത്ര? -1 -2 -2. ഓക്കെ, -1 -2 പോൾസിന്റെ റിയൽ പാർട്ട് -1 -2 -2 മൈനസ് ഓഫ് സീറോസിന്റെ റിയൽ പാർട്ട്. ഇവിടെ 0 ഉണ്ടോ? 0 ഇല്ല, പിന്നെ എങ്ങനെ റിയൽ പാർട്ട് കിട്ടും? 0 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് മൈനസ് നമ്പർ ഓഫ് 0. എത്ര നമ്പർ ഓഫ് പോൾസ് ഉണ്ട്? 3 പോൾസ് ഉണ്ട്. സീറോസ് ഉണ്ടോ? ഇല്ല, 0. സോ ദിസ് ഈസ് 0. 3 - 0. സോ വാട്ട് വിൽ ഗെറ്റ്? -1 -2 -3 is -5 divided by 3 അല്ലേ? ആണ്. -5/3 ആണ് വരിക. സോ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ -5/3 ആൻസർ വരും 1.6 അല്ലേ? യെസ്, that is -1.66 എന്ന് കിട്ടും. -1.66. അതായത് 5ല് 3 1 ടൈംസ്, ബാക്കി റിമൈൻഡർ 2 വരും. 2ല് 3 6 ടൈംസ് 18, വീണ്ടും 2 വരും 18 6 ടൈംസ്, സോ 1.66 വരും. സോ -1.66 ആണ് എന്ത് ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സോ എന്താണ് സെൻട്രോയിഡ്? എപ്പോഴും ശ്രദ്ധിക്കുക, സെൻട്രോയിഡ് എപ്പോഴും എവിടെയാ? റിയൽ ആക്സിസിലായിരിക്കും നമുക്ക് സെൻട്രോയിഡ്. റിയൽ ആക്സിസ് ആണ് നമുക്ക് സെൻട്രോയിഡ് വരിക കേട്ടോ. സോ സെൻട്രോയിഡ് കിട്ടി. സോ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയല്ലേ? The loop transfer function of an LTI system is given. For k is greater than 0, the point on the real axis does not belongs to the root locus of the system. Okay, root locusൽ വരാത്ത പോയിന്റ് ഏത് എന്നാണ് ചോദിക്കുന്നത്. റിയൽ ആക്സിസിലെ റൂട്ട് ലോക്കസിൽ വരാത്ത പോയിന്റ് ഏത്? വരാത്ത പോയിന്റ് ഏതെന്ന് അറിയണമെങ്കിൽ വരുന്ന പോയിന്റ് ഏതെന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. വരുന്ന പോയിന്റ് ഏതെന്ന് ആദ്യം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തേ ഉള്ളൂ? വരാത്ത പോയിന്റ് ഏതെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ വരുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം ഈ റൂട്ട് ലോക്കസിൽ പോയിന്റ്സ് എന്ത് ചെയ്യണം? ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നോക്കണം. ഒരു സെക്ഷൻ എടുത്തിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് പോൾസിന്റെയും സീറോസിന്റെയും സം എന്താണ്? സം ഓഡ് ആണെങ്കിൽ there exists a root locus. If sum is even, there is no root locus at that axis. Okay, at that section. അപ്പൊ അങ്ങനെ നോക്കുക, സെർച്ച് ചെയ്ത് നോക്കാം. സോ ഒരു നമുക്ക് വരയ്ക്കാം, ആദ്യം റൂട്ട് ലോക്കസ് വരയ്ക്കാം. സോ കണ്ട സ്ഥിതിക്ക് ഇതെല്ലാം എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരുന്നു അല്ലെ? പോൾസ് സീറോസും എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരുന്നു. സോ റൂട്ട് ലോക്കസ് വരച്ചാലേ നമുക്ക് ബെറ്റർ ചൂസ് ബ്ലാക്കോ ഗ്രീനോ എന്തെങ്കിലും എടുക്കാം. ബ്ലൂ എടുക്കാം. സോ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു? ഒന്ന് അടയാളപ്പെടുത്താവേ. നിർബന്ധമില്ല, അങ്ങനെ കറക്റ്റ് അടയാളപ്പെടുത്തുന്ന നിർബന്ധമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇത് ആദ്യം എന്താണ്? k × s+1 × s+5. s+1 × s+5 സീറോസ് ആണല്ലേ? സീറോസ് 1ലും 5ലും ആണുള്ളത്. സീറോസിനെ അടയാളപ്പെടുത്താം. സീറോസ് ആദ്യം 1ൽ ഒരു സീറോ ഉണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? -1 എന്ന് കൊടുക്കാം. അടുത്ത 5ല് -5 എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത പോൾസ് എവിടെ? 0ല് 2ല് 3ല്. 0ല് -2ല് -3ല്. അപ്പൊ 0ല് ഒരു പോൾ ഉണ്ട്. ഓക്കെ, 0ല് ഒരു പോൾ ഉണ്ട്. അടുത്ത -2ല് ഒരു പോൾ ഉണ്ട്. അടുത്ത -3ല് ഒരു പോൾ ഉണ്ട്. ഓക്കെ, 0 -2 -3. ഇത് നമ്മൾ നോക്കേണ്ടതാണ്. നമ്മൾ ഓരോ സെക്ഷൻസ് ആയിട്ട് നോക്കാം. സോ ആദ്യം ഞാൻ എടുക്കുന്നത് ഏറ്റവും റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഏറ്റവും റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുന്നു. ഓക്കെ, ഞാൻ വരയ്ക്കുന്ന ശ്രദ്ധിച്ചോളാം. അപ്പൊ ഈ സെക്ഷനിൽ നോക്കുമ്പോൾ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വരയ്ക്കാം. എന്താ ഈ ഗ്രീൻ ലൈൻ കൊടുത്തു. അപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കിയാൽ ഇവിടെ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോ, സം ഓഫ് നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് നോക്കുക. എത്ര ഉണ്ട്? ഒരു പോൾ മാത്രമല്ലേ ഉള്ളൂ, 1. നമ്പർ എന്താണ്? 1 ഓടാണ്. സോ നമുക്ക് എന്ത് വരും? അവിടെ ഒരു റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നു. അവിടെ ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സോ ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യാം? ഇവിടെ പ്ലേസ് ചെയ്യാം. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ 2 അല്ലേ? ഒരു പോൾ ഒരു സീറോ. സോ ടോട്ടൽ 2. അപ്പൊ അവിടെ എന്തില്ല? റൂട്ട് ലോക്കസ് ആ സെക്ഷനില്ല. അടുത്ത് എന്ത് ചെയ്യാം? ഇവിടെ നോക്കൂ, ഇവിടെ റൈറ്റിലേക്ക് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. അപ്പൊ ഇവിടെ നോക്കുമ്പോ 1 2 3
പോൾസും സീറോസിന്റെ സം എന്താണ് 3. അപ്പൊ അവിടെ എന്തുണ്ട് ഒരു റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ there exists a branch. അടുത്തത് ചെയ്യണം ഇവിടെ പ്ലേസ് ചെയ്യണം. ഇനി ഈ സൈഡിലേക്ക് നോക്കൂ എത്ര ഉണ്ടോ 1 2 3 4 4 ഈവൻ നമ്പർ ആണ്. സോ നമുക്ക് അവിടെ എന്തില്ല റൂട്ട് ലോക്കസിന്റെ സെക്ഷൻ ഇല്ല. അടുത്തെന്ത് ചെയ്യുന്നു ഇവിടെ വെച്ചിട്ട് നോക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഈ സൈഡിലേക്ക് നോക്കുന്നു. എത്ര 1 2 3 4 5 5 ഉണ്ട്. പോൾസ് സീറോസ് കൂടെ 5 ഉണ്ട്. സോ എന്തില്ല അവിടെ. സോ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. there exists a root locus section. സോ അത് നമുക്ക് നോക്കാം. അത് വരയ്ക്കാം. എന്താണ് അപ്പൊ ഈ വരച്ചൊക്കെ നോക്കൂ. ഇത്രയും സെക്ഷൻസിലാണ് നമുക്ക് റിയൽ ആക്സിസിന്റെ റൂട്ട് ലോക്കസ് വരുന്നത് അല്ലേ. സോ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എവിടെയാണ് ഡസ് നോട്ട് ബിലോങ്സ് ടു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡസ് നോട്ട് ബിലോങ്സ് ടു വരാത്തത് ഏതായിരിക്കും? 0.5 0.5 0.5 ഓക്കെ 0.5 -2.5 ഉണ്ടോ? -2.5 ഏകദേശം ഇവിടെ വരും. 0.5 ഇവിടെ വരും. -2.5 ഇവിടെ വരും. അവിടെ ഉണ്ട്. -3.5 ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ ഇല്ല. അടുത്ത -5.5 ഉണ്ടോ? ഇത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഡസ് നോട്ട് ബിലോങ്സ് ടു -3.5. ഓക്കെ സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ദ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് of the root locus of the equation s square plus 5s square plus k plus 2 into s plus k equal to 0 ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. ഇവിടെ ഈ കെയുടെ കൂടെ കിടക്കുന്ന കെ എസ് എന്ന് പറഞ്ഞ സംഭവം കെ ഇൻറ്റു എസ് എന്ന് പറയുന്ന അവിടെ നമുക്ക് നോക്കിയത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അവിടെ ഒരു 0 ഉണ്ട് കേട്ടോ. ഒരു 0 ഉണ്ട്. അതിന്റെ ഓപ്പൺ ലൂപ്പ് ഒരു 0 നമുക്കിവിടെ ഉണ്ട് എന്നുള്ള ആ രീതിയിൽ നിന്ന് മനസ്സിലാക്കണം. 0 ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? കെ എന്ന് പറയുന്ന ടൈം മാത്രമേ ഉള്ളൂ. എസിന്റെ കൂടെ കെ എന്ത് ചെയ്യില്ല മൾട്ടിപ്ലൈ ആയിട്ട് വരില്ല. ഒരു 0 ഉള്ളത് കൊണ്ടാണ് എസ് ഇൻറ്റു കെ അല്ലെങ്കിൽ കെ ഇൻറ്റു എസ് എന്ന് പറഞ്ഞ ടേം നമുക്കവിടെ വരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി അവിടെ ഒരു 0 ഉള്ളത് കൊണ്ടാണ് വന്നത് എസ് എന്റെ കൂടെ 0 എന്ന് പറഞ്ഞ ടേം വരുന്നത് കേട്ടോ. എസിന്റെ കോഎഫിഷ്യന്റ് കെ വരുന്നത് 0 അല്ല സോറി എസിന്റെ കോഎഫിഷ്യന്റ് കെ വരുന്നത്. ഓക്കെ സോ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ we can write like this s cube plus 5s square plus ks plus 2s plus k equal to 0. So നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? s cube plus 5s square plus 2s plus k into s plus 1. k into s plus 1 most probably എന്തായിരിക്കണം? s plus 1 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ വരുന്നത് അതായത് s equal to -1 എന്ന് പറയുന്നത് 0 അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര സീറോസ് ഉണ്ട്? സീറോസിന്റെ എണ്ണം 1, പോൾസിന്റെ എണ്ണം 3. ഓക്കെ അപ്പൊ ഇവിടെ എഴുതാം നമ്പർ ഓഫ് ഓപ്പൺ ലൂപ്പ് സീറോസ് ഈക്വൽ ടു 1, നമ്പർ ഓഫ് open loop poles equal to 3. ഇവിടെ highest power ഏതാ? 3. So number of open loop poles എന്താണ്? 3 ആണ് വരിക. number of open loop 0 1. ഇനി നമുക്ക് നോക്കാം ഈ അസിംപ്റ്റോട്സിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. angle of asymptote theta l equal to 2l plus 1 into pi divided by modulus of p minus z. Okay, mod p minus z. Okay, this is the formula. This may be familiar to you people. നിങ്ങൾക്ക് അറിയാന്നുള്ളതായിരിക്കും ഈ ഫോർമുല. ഇനി ഇവിടെ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എൽ? ദിസ് എൽ എന്ന് പറയുന്നത് എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എൽ ഈക്വൽ ടു 0 1 2 എക്സെട്ര അപ് ടു വാട്ട് പി മൈനസ് ഇസഡ് മൈനസ് 1. മോഡുലസ് ഓഫ് പി മൈനസ് ഇസഡ് മൈനസ് 1 വരെയാണ് എന്ത് ചെയ്യാം? എൽ വേരി ചെയ്യാം. സോ ഇവിടുത്തെ കേസ് നോക്കിയാല് പി മൈനസ് ഇസഡ് നമുക്ക് എന്താ? വാട്ട് ഇസ് പി മൈനസ് ഇസഡ്? പി യുടെ വാല്യൂ 3, ഇസഡിന്റെ വാല്യൂ 1. സോ മോഡ് പി മൈനസ് ഇസഡ് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഈക്വൽ ടു 2 എന്ന് കിട്ടും. 3 minus 1 2 എന്ന് കിട്ടും. ഇനി നമുക്ക് L എത്ര ഉണ്ടാവും? L ഈക്വൽ ടു മോഡ് പി മൈനസ് ഇസഡ് മൈനസ് 1 അല്ലേ? അപ്പൊ 2 ആണ് നമുക്കിവിടെ പി മൈനസ് ഇസഡ് കിട്ടിയത്. അപ്പൊ 2 minus 1 1, അതായത് 0 ഉം 1. എല്ലിന്റെ വാല്യൂ എന്തൊക്കെ ഉണ്ടാവും? 0 ഉം 1. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ എല്ലിന്റെ വാല്യൂ എന്ത് കിട്ടി? നമുക്ക് 1 കിട്ടി. അതായത് 0, 1 എന്നീ രണ്ട് വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. സോ തീറ്റ എൽ നമുക്ക് എങ്ങനെ കിട്ടും? തീറ്റ എൽ ഈക്വൽ ടു
2 into L ന്റെ വാല്യൂ എന്താണ്? L equal to 0. ആദ്യം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് 1 into pi by 3 അല്ലേ? pi by 2. Pi by 2. കാരണം mod p minus 0 എന്താണ്? 2. So what is the answer? This is 2 into 0 0. This is pi by 2 ആണ്. Pi by 2 എന്ന് പറഞ്ഞാൽ 90 degree. അത് theta 0 ആണ്. Okay, theta 0. അടുത്ത theta 1 ആയാലോ? Theta 1. അല്ല L ന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ theta 1 ആകുമ്പോൾ 2 into 1 plus 1 pi by 2. So it is 2 into 1 is 2 plus 1 3 pi by 2. 3 pi by 2 is 3 into 90 is 270 degree. 270 degree. So options നോക്കിയാലോ? The angle of asymptotes are 90 and 270. 90 and 270. Okay. So ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായ ഈ ഫോർമുലയിൽ എല്ലാം കണ്ടുപിടിക്കുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കേട്ടോ. So next one, the intersection of asymptote the root locus is with the open loop transfer function is intersection of asymptotes in the case നമ്മൾ പറഞ്ഞില്ലേ, intersection of asymptotes എന്താണ്? സിഗ്മ സെൻട്രോയിഡ്. intersection of asymptotes ആണ് സിഗ്മ കിട്ടുന്നത്, സെൻട്രോയിഡ് കിട്ടുന്നത്. അതെവിടെയായിരിക്കും? റിയൽ ആക്സിൽ ആയിരിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമ്പർ ഓഫ് പോൾസ് എത്ര? 3. നമ്പർ ഓഫ് 0 0. So നമ്മൾ എന്ത് ചെയ്യും? റിയൽ പാർട്ട് എടുക്കും. റിയൽ പാർട്ട് ഇവിടെ 0 -1 -3. ഏതിന്റെ? പോൾസിന്റെ റിയൽ പാർട്ട് സം ഓഫ് റിയൽ പാർട്ട് ഓഫ് പോൾസ് മൈനസ് സം ഓഫ് റിയൽ പാർട്ട് ഓഫ് 0. ഇവിടെ 0 ഉണ്ടോ? 0 ഇല്ല. പിന്നെ എങ്ങനെ റിയൽ പാർട്ട് കിട്ടും? 0 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോൾസ് എത്ര? നമ്പർ ഓഫ് പോൾസ് 3 മൈനസ് നമ്പർ ഓഫ് 0 is 0. സോ നമുക്ക് എന്ത് കിട്ടും? -1 -3 is -4/3. Okay. -4/3. So what is -4/3? -4/3 എന്ന് പറഞ്ഞാൽ 1.33 -1.33 വരും അല്ലേ? -1.33. അതായത് 4 ഒരു പ്രാവശ്യം, ബാക്കി 1 വരും. 1 3 എടുക്കുമ്പോൾ 10 3 times 1.333 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്ത് പോകും. സോ -1.33 ആണ് ഇവിടുത്തെ ആൻസർ. സോ നോക്കൂ, ഇവിടെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ശ്രദ്ധിച്ചോളൂ, പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. സോ +1.33 എടുക്കരുത്. നമുക്ക് എന്താണ്? -1.33 ആണ് വരുന്നത് ആൻസർ കേട്ടോ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. സോ നമ്മൾ റൂട്ട് ലോക്കസ് ഡയഗ്രത്തിൽ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസിലേക്ക് പോകും. ഓക്കെ, നമുക്ക് വളരെ കുറച്ച് ടോപ്പിക് കൂടെ എന്തുള്ളൂ? കൺട്രോൾ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളൂ. എന്നിട്ട് നമ്മൾ പുതിയ സബ്ജക്റ്റിലേക്ക് പോകും കേട്ടോ. സോ അപ്പൊ ഇന്ന് പഠിപ്പിച്ചേക്കുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻസ്, ബാക്കി ടോപ്പിക്സ് വരുന്ന ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഗുഡ് നൈറ്റ്, താങ്ക് യു.